എന്തൊക്കെയാണല്ലോ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഉണ്ടോ? ക്രിസ്മസ് ആഘോഷം എന്ന് വെച്ചാൽ പണ്ടൊക്കെ വീട്ടിൽ ട്രീ വെക്കലും പരിപാടികളും, എനിക്ക് ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടം. ഓണത്തിന് പൂക്കളിടാനാണെങ്കിലും വീഴ്ചടി കണി വെക്കാനൊക്കെ താല്പര്യമുള്ള കൂട്ടത്തില. പക്ഷെ ഇപ്പം അതൊക്കെ എല്ലാം മാറി. അങ്ങനെ അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഞാൻ അതാ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രം, ബാക്കി നമ്മുടെ കൂടെയുള്ള ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നുമല്ല. ഇത് അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേ വീട്, സ്വന്തം വീടാകുമ്പോൾ നമുക്ക് കൂടുതൽ ഇപ്പൊ ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റിൽ നമുക്ക് ഒരുപാട് ഇതിനിടയിലുള്ള ഒരു കൂട് മാത്രമാണ് നമ്മുടെ കൂടെന്ന് പറയുന്നത്. ഈ പക്ഷികളെ മറ്റേ മരത്തിൽ കൂട് വെക്കുന്ന പോലെയാണ്. അത് കുറെ എണ്ണം ഉണ്ടാവും. അപ്പൊ ഏത് വീട്ടിൽ എന്തുണ്ട് നമ്മൾ ആർക്കും നോക്കാനോ ഒന്നിനും സമയമൊന്നും ഉണ്ടായിരുന്നു. അത് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര, നമ്മുടെ മണ്ണ് നമ്മുടെയാണ്, ആ ഒരു സന്തോഷം കാര്യമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇതായിരിക്കും. ഫ്ലാറ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ എനിക്ക് ഫ്ലാറ്റിനോട് അറ്റാച്ച്മെന്റ്, ഫ്ലാറ്റിന്റെ പറ്റില്ല, വീടിനോട് അതിന്റെ എപ്പോഴും അറ്റാച്ച്മെന്റ്. കാരണം നമ്മൾ മൊത്തം ആ ഒരു കോമ്പൗണ്ട് നമ്മുടെ അല്ലേ, അവിടെ വേറെ ആരും വരാനില്ലല്ലോ. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം, അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര എനിക്ക് പേഴ്സണലി അത് വലിയൊരു ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് ഫ്ലാറ്റോട് മാറിയപ്പോ ആ പരിപാടിയൊന്നും ഇല്ല. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പുറത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ട്രീൻ്റെ ഒക്കെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കും, അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും. പുറത്തെവിടെയും പൂക്കളം കാണുമ്പോൾ അങ്ങനെയൊക്കെയായി മാറി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മന്താണ് ഡിസംബർ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ലൈറ്റ്സ്, പിന്നെ ക്ലൈമറ്റ് ആണെങ്കിലും ഇപ്പൊ ക്ലൈമറ്റ് കുറച്ച് മാറിയെങ്കിൽ പോലും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈവനിങ് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ലൈറ്റും ട്രീയും, ആ ഒരു പച്ച, വെള്ള, പിങ്ക്, ആ ഒരു റെഡ്, എല്ലാത്തിനും കോമ്പിനേഷൻ ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം മെയിനായിട്ട് ഇപ്പൊ ക്രിസ്മസ് ഒക്കെ മിക്കതും പുറത്ത് പോവാ, ട്രാവലിംഗ് എന്ന പരിപാടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ന്യൂ ഇയറും അതേപോലെ തന്നെ ആഘോഷിക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ. എന്തായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നോവൽസ് ആശംസകൾ കേട്ടോ. ഈ പുതിയ വർഷം അടിച്ചു പൊളിക്കും, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. സന്തോഷം എന്നും എല്ലാവരിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്ന് നമ്മളോട് സഹകരിച്ചത് നന്ദിയുണ്ട്. ഏതായാലും അഭിനയത്തിൽ നിന്നും സംവിധായകൻ എന്ന കുപ്പായം അണിയുകയാണ്, കുപ്പി വെക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വൻ വിജയമായി മാറട്ടെ. താങ്ക് യു. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത സാധിക എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമകൾ അതുപോലെ തന്നെ ജനങ്ങൾ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും ഇവരെപ്പോലുള്ള ആൾക്കാരുടെ സിനിമകൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുക, മാക്സിമം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് സിനിമ കാണിക്കുക. കാരണം ഞാൻ വേറൊന്നും കൊണ്ടല്ല, അതിൽ കുറേയൊക്കെ ആ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയൊക്കെ ഏതെങ്കിലും ആരെയൊക്കെ ഈ പാവപ്പെട്ട ഇവർ സഹായിക്കും എന്നുള്ളത് അത് ഉറപ്പാണ്. ഇത് ആ ഒരു സംഭവത്തിൽ കൂടെ മാത്രമല്ല, എനിക്ക് അല്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ പറയുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല വിജയത്തിലേക്ക് വരട്ടെ. തീർച്ചയായിട്ടും പപ്പായും അമ്മയൊക്കെ അന്വേഷിച്ചെന്ന് പറയണം. പക്ഷേ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും രണ്ടും കൽപ്പിച്ച് സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൈ നിറയെ വാരിയ ആൾക്കാരുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പഠനമായിരിക്കും, അല്ലെങ്കിൽ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അച്ഛൻ്റെ അനുഭവം കണ്ടിട്ടാണോ നിങ്ങൾ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് ഇറങ്ങുന്നത്? പറ്റിക്കേണ്ട കാര്യമില്ല. കരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഹൗസ് എന്നല്ല, പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിലിം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. കാരണം ഞാൻ തിരിച്ചതിലോട്ട് വന്നപ്പം അച്ഛൻ വീണ്ടും സ്ക്രിപ്റ്റും പരിപാടികളും തുടങ്ങി. അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റിംഗ് പരിപാടി തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അത് ചെയ്യണം എന്ന് വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ നോക്കി. ഈ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുമ്പോൾ അറിയാലോ, പലർക്കും പലതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് തന്നെ പ്രൊജക്ട് ഹാൻഡിൽ ചെയ്തുകൂടാ. കാരണം നമുക്ക് ഇപ്പോഴത്തെ സിനിമ എങ്ങനെയാണ്, കാരണം ഇപ്പൊ സിനിമ അവർ ചെയ്യുന്ന സിനിമ വെച്ച് നമുക്ക് വളരെ ഈസിയാണ്. കാരണം നമുക്കിപ്പോ മോണിറ്റർ ഉണ്ട്. സോ നമുക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ആ സ്പോട്ടിൽ നമുക്ക് തിരുത്തി പോവാം. പണ്ടെന്ന് വെച്ചാൽ ഫിലിമാണ്. അപ്പം ഈ ഫിലിം പോയി പ്രോസസ് ചെയ്ത് വന്നു കഴിഞ്ഞാലേ നമുക്ക് ഒരു ക്യാമറമാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കതല്ല, നമുക്ക് സ്പോട്ടിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്ത്, നമുക്ക് സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ട്. സോ അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം സീൻ മിസ്സായിട്ടുണ്ടോ, എന്തെങ്കിലും ഷോർട്ട് മെമ്മറി ഇത് ഒന്നും കൂടി ഇങ്ങനെ വർക്ക് ചെയ്യാൻ നന്നായിരിക്കും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം. എല്ലാ പോസിബിലിറ്റി ഇപ്പൊ ഉണ്ട്. പക്ഷെ അന്നത്തേക്കാളും കോസ്റ്റ് ഇപ്പോഴാണ്. അന്ന് ലാലേട്ടന്റെ ഒക്കെ സിനിമ 18 ലക്ഷം രൂപയ്ക്കൊക്കെ തീർന്നിട്ട് നമ്മളിങ്ങനെ ചരിത്രം വായിക്കാൻ അറിയാം. ഇപ്പൊ അന്നത്തേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നു അന്നത്തേക്ക്. അപ്പം ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ ചർച്ച ചെയ്തപ്പോൾ അച്ഛൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പൊ സിനിമയ്ക്ക് ഇങ്ങനെ കോസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലും ഈ പറഞ്ഞ പോലെ അൺവാണ്ടഡ് വേസ്റ്റ് ആണ്. പല സ്ഥലങ്ങളിലും പല ആൾക്കാരും ഇതിന്റെ ഇടയിലൂടെ എങ്ങനെയൊക്കെ ആൾക്കാർ പ്രൊഡ്യൂസറിൽ നിന്ന് വലിപ്പിക്കാം എന്നുള്ളതാണ് പലരും നോക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു, അപ്പൊ നമ്മളൊരു
നമുക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിൽ നമ്മളാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലേ, നമുക്ക് വേറെ ഒരു ഇത് വരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ മിനിമൽ കോസ്റ്റിൽ ഫിലിം ചെയ്യാം, അതാണ് നമ്മളെല്ലാം ചെയ്യണം. ഡെഫിനറ്റ്ലി നമ്മൾ സിനിമയ്ക്ക് ചെയ്യേണ്ട എല്ലാ സാധനവും ചെയ്യണം. അതിൽ നമുക്ക് എങ്ങനെ എവിടെയാണോ ഏത് രീതിയിലാണോ നമുക്ക് കോസ്റ്റ് കട്ടിങ് അൺവാണ്ടഡ് ആയിട്ട്, ഇപ്പൊ നമുക്ക് ഒരു കഥ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കേണ്ട ആവശ്യമില്ല. ഉത്തരം പറഞ്ഞിരിക്കുക. കാരണം ഇത് പുറത്ത് ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്, വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. ഇതിന്റെ പിന്നാമ്പുറകിൽ എന്തോ കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ഒരിക്കലും ഒരു ചാനൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ന്യൂസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇതിന്റെ പുറകിൽ എന്താ നമുക്കറിയില്ല. നമ്മളെ മുമ്പിലോട്ട് എന്താണോ തരുന്നത് അത് മാത്രം. ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാവൽ ചെയ്തൊരു ഫോട്ടോ ഇട്ടിരിക്കുന്നത്, ഫോട്ടോ അല്ല വീഡിയോ ആയിരുന്നു. അപ്പോൾ താഴത്തൊരു കമന്റ്സ് ഇതുപോലെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് പറഞ്ഞില്ലല്ലോ എന്തോ സംഭവം. ഞാനൊരു മാസം മുന്നേ ട്രിവാൻഡ്രത്ത് നിന്ന് പോയ വീഡിയോ ആണ് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ മുന്നിൽ ഞാനിപ്പോ കൊടുക്കുമ്പോൾ അവരെ വിചാരം ഞാൻ ട്രിവാൻഡ്രത്ത് ഇരിക്കുകയാണ്, ഞാനിപ്പോ ഇവിടെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ആൾക്കാർ തിങ്ക് ചെയ്യുന്നു ഞാൻ ട്രിവാൻഡ്രത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഫോട്ടോ ആണ്, അല്ലെങ്കിൽ ഞാൻ ചെന്നൈയിലുള്ള ഫോട്ടോ ആണ് പോസ്റ്റ് ചെയ്തെന്നുള്ളത് കൊണ്ട് ഞാൻ ചെന്നൈയിലാണെന്ന് വിശ്വസിച്ചാൽ അവരുടെ കുഴപ്പമല്ലേ, എന്റെ കുഴപ്പമില്ലല്ലോ. കാരണം നമ്മള് ലൈക്ക് നമുക്ക് എവിടുന്നാണോ നമ്മൾ ഫോട്ടോ എടുത്തത് ചിലപ്പോൾ അതായിരിക്കും നമ്മൾ ലൊക്കേഷൻ മെൻഷൻ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ചാവും. പിന്നെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ടാഗ് ഉണ്ടാവും. അത് എന്ന് ട്രാവൽ ചെയ്തു എന്നുള്ളത് അവർ അസ്യൂം ചെയ്യുന്നതാണ്, അവർ ഇന്നാണ് ട്രാവൽ ചെയ്തിരിക്കുന്നതെന്ന്. ഞാൻ പറയുന്നില്ല ഞാനിവിടെ ട്രിവാൻഡ്രത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണുള്ളത് ഞാൻ പറയുന്നില്ല. ഞാൻ എന്റെ വാഗൊണ്ട് പറയുവാണെങ്കിൽ ഞാൻ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അല്ലാത്തപ്പോൾ മുന്നോട്ട് കൊടുക്കുന്ന സാധനമായി ഇതാണ് ശരിയെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവർ അസ്യൂം ചെയ്യുന്നതാണ്. ന്യൂസ് മീഡിയയിലൊക്കെ നമ്മൾ പറയുമ്പം പല കാര്യങ്ങളും എന്താ വെച്ചാൽ അവിടെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ മലയാളി ഓഡിയൻസ്, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ എല്ലാ മീഡിയക്കും വളരെ ക്ലിയറായിട്ട് അറിയാം. അപ്പൊ അവരതനുസരിച്ച് തന്നെ എല്ലാ TRP-യാണ് മെയിനല്ലേ. തീർച്ചയായും അതനുസരിച്ച് ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ സിനിമയ്ക്ക് ആള് വരുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ജനങ്ങളുടെ ഇഷ്ടം എന്താണോ, ജനങ്ങൾ ഇത് കാണുന്നില്ല എന്ന് എവിടെ തീരുമാനിക്കുന്നു അവിടെ തീരുന്നു. വേറൊരു സംഭവം കേട്ടെ, ഈ ടെൻഷൻ വരുമ്പോൾ സങ്കടം വരുമ്പോൾ ഏത് കോമഡി വീഡിയോസുകളാണോ കാണാറുള്ളത്? എന്തായിരിക്കും കൂടുതൽ എന്റർടൈൻ ചെയ്യുന്നത്? ഞാൻ വിഷമത്തിൽ നിന്ന് മാറാനായിട്ട് റിലീസ് ചെയ്യാനായിട്ട് വേണ്ടി ചെയ്യും. ഞാൻ കൂടുതലും കാണുക വിഷമത്തിൽ മാറാൻ വേണ്ടി ഞാൻ ചെയ്യാറില്ല. വിഷമിച്ച് തീർക്കുക എന്നുള്ളതാണ് എന്റെ പോളിസി. പക്ഷെ അത് പെട്ടെന്ന് മാറും. അത് മാറിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മൂവി ചോദിക്കുവാണെങ്കിൽ ഞാൻ കൂടുതലും കാണാൻ മനുഷ്യന്മാരില്ലാത്തതാണ്. എനിക്ക് മനുഷ്യന്മാരോടാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ മഡഗാസ്കറൊക്കെ പറയുന്ന പുറത്ത് ആനിമേഷൻ ഫിലിംസ് അല്ലേ, കാരണം എനിക്ക് മനുഷ്യന്മാരിൽ നിന്നാണ് എനിക്കൊരു ചേഞ്ച് ഇത് വേണ്ടത്. എനിക്ക് അവരോടാ പ്രശ്നം. ഇല്ല, ഫ്ലാറ്റ് ആയതുകൊണ്ട് പെറ്റ്സിന് മുമ്പ് ഉണ്ടായിരുന്നു, ഡോഗ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഈ ലവ് ബേർഡ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ടേർട്ടിൽ ഉണ്ടായിരുന്നു എനിക്ക്. അതിന് ഇതേപോലെ അച്ഛൻ അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു അത് കൂട്ടിൽ അതിങ്ങനെ വലുതായി കൊണ്ടിരിക്കുക. ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് ചെറിയ ടേർട്ടിലാണ്, പക്ഷെ ഭക്ഷണം കൊടുത്ത് അതിന് മീനൊക്കെ കൊടുത്തപ്പോൾ വലുതാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ ടേർട്ടിലിനെ കൊണ്ടുപോയിട്ട് ഒഴുക്കി വിട്ടു. ഇപ്പം പെറ്റ്സ് ഒന്നുമില്ല. ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാൻ പോകുന്നു, ഇതിനൊരു പേരുണ്ടാവുമായിരിക്കും. പ്രിയ മൂവി മേക്കേഴ്സ് എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ ഫസ്റ്റ് അതില് ഒരു കവർ സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലഗാവ്കേതാക്കേന്ന് പറഞ്ഞിട്ട്. അതൊരു പ്ലെയിൻ സോങ് ആയിരുന്നു, അതില് സ്റ്റോറി ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് നമ്മളിപ്പോ മുത്തുമണി ടെൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 52 മിനിറ്റ്സിന്റെ ഒരു ഫിലിം ആയിരുന്നു. അത് സ്റ്റോറി ബേസ്ഡ് ആണ്. അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഒരുപാട് സന്തോഷം. റിലീസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വ്യൂ, ആ ഒരു 1 മന്തിനുള്ളിൽ 50K അറൗണ്ട് ആൾക്കാർ കാണുകയും എല്ലാ ഒരു നെഗറ്റീവ് കമന്റ് പോലും വന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ എനിക്ക് പ്ലസ് ആയി തോന്നിയത്. കാരണം സൂപ്പർ ഹിറ്റ് ആകട്ടെ, ഉടനെ ഈടി വരുമല്ലോ. ഈടിയൊന്നും വരില്ല. അല്ല, അതായത് നമ്മൾ എന്താണോ ഉള്ളത് അത് നമ്മൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്നാണ് എന്റെ വിശ്വസിക്കുന്നത്. ഈടേക്ക് നമ്മൾ എന്തിനാ അനാവശ്യമായിട്ട് 5-10 കോടി അല്ലെങ്കിൽ 100 കോടി ക്ലബിലേക്ക് കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, അപ്പോഴല്ലേ ഇവരൊക്കെ വരുന്നത്. നമുക്ക് എന്താണോ കിട്ടിയത് മതി. എന്തിനാ കോടിയും ക്ലബൊക്കെ? നമ്മളെ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ ആൾക്കാർ കയറുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് 10 ആള് പറയുന്നുണ്ടോ, അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ
ഒരിക്കലും ഒരു വാശിപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അല്ലെ നമ്മൾ ഒരിക്കലും അതൊരു ബിസിനസ് വൈസ് ഇസ് ഗുഡ് അല്ലെ. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മൾ അത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, കാര്യം കിട്ടിയോ കിട്ടി മിണ്ടാതിരിക്കുക. അല്ലാതെ ഇതൊരു പബ്ലിസിറ്റി എന്ന് പറഞ്ഞ് എത്രത്തോളം നമ്മൾ പോകുന്നു അത്രത്തോളം നമ്മളെ കൊണ്ടുപോയിട്ട് ബാക്കി ആൾക്കാരുടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നാ എന്നെ വന്ന് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്താവശ്യത്തിന് ഒരാവശ്യമില്ല. പബ്ലിസിറ്റി വേണ്ടത് സിനിമയ്ക്കാണ്. സിനിമ ഇറങ്ങുന്നവരെ പബ്ലിസിറ്റി, ഇറങ്ങി കഴിഞ്ഞിട്ട് അതിന് കോടി കിട്ടിയോ എന്ത് കിട്ടിയോ നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെലവാക്കിയ നമുക്ക് കിട്ടിയെങ്കിൽ ഇറ്റ്സ് ഗുഡ്. നമ്മൾ കിട്ടി നമ്മൾ കയ്യിൽ വെക്കുക, ഇരിക്കുക, ടാക്സ് അടയ്ക്കണമെങ്കിൽ അടയ്ക്കുക, അവിടെ ഇരിക്കുക. ഇപ്പൊ മറ്റേ ബുദ്ധിയുള്ള ഒരു ലോട്ടറി അടിച്ചാൽ മിണ്ടാതിരിക്കുന്ന സത്യമല്ലേ? എന്തിനാ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തിനാ എല്ലാം ആൾക്കാരെ അറിയിക്കേണ്ട ആവശ്യം? നമുക്കൊരു പ്രൈവസി വേണം, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ വേണം. അത് നമ്മുടെ ബിസിനസ്സാണ്. നമ്മുടെ ബിസിനസ് നമ്മുടെയാണ് ബിസിനസ്, നാട്ടുകാരുടെ ബിസിനസ് അല്ല. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ അവരെക്കാളും കൂടുതൽ എനിക്ക് കിട്ടി, ഇവരെക്കാളും കൂടുതൽ എനിക്ക് എന്തിനാ എനിക്ക് കിട്ടി കൊള്ളാം, അവരെക്കാളും ഇവരെക്കാളും ഒന്നുമില്ല. അതിൽ കമ്പാരിസൺസ് ആവശ്യമില്ല. സാദിയയ്ക്ക് സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന സാദിയയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംവിധായകൻ ആരെ? ഏറ്റവും കൂടുതൽ എനിക്ക് പത്മരാജൻ സാറിന്റെ ഫിലിംസ് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ആ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നല്ലോ പത്മരാജൻ, ആ ഒരു കൈൻഡ് ആ ഫ്രെയിം എങ്ങനെയായിരിക്കും? എനിക്ക് ഇഷ്ടമുള്ള സിനിമകൾ ആക്ച്വലി ആ ഒരു കാലഘട്ടത്തിലെ സിനിമകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ എനിക്ക് രഞ്ജിത്തായിട്ടിന്റെ സിനിമകൾ ഒത്തിരി ഇഷ്ടമാണ്. അതായത് അതിനൊക്കെ എന്ന് വെച്ചാൽ ഒരു സോൾ ഉണ്ട്. സിനിമയ്ക്ക് എപ്പോഴും ആത്മാവ് വേണം. ആ ഒരു ആത്മാവ് നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നണം. ആൾക്കാർക്ക് അതിന് എന്തെങ്കിലും ഒരു ഫീൽ അല്ലെങ്കിൽ അതിന് ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു സംഭവം സിനിമ കണ്ടിറങ്ങും ഫീൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഇഷ്ടം. ഞാൻ എടുക്കുന്ന സിനിമകളും അങ്ങനെയായിരിക്കും. അതായത് എന്തെങ്കിലുമൊക്കെ കണ്ടിറങ്ങുമ്പോൾ എന്തെങ്കിലും അവർക്ക് ചിന്തിക്കാൻ, അത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ അവിടെ അതിങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്തതിനെ കുറച്ചും കൂടി നന്നായേനെ എന്നായിക്കോട്ടെ. ഫീഡ്ബാക്ക് എന്തോ നെഗറ്റീവും പോസിറ്റീവും ആവാം. പക്ഷെ ആ ഫീഡ്ബാക്ക് അത് കണ്ടിറങ്ങി കഴിഞ്ഞാല് എന്താ അവിടെ ചെയ്തു വെച്ചത് അല്ലെങ്കിൽ മറന്നു പോകുന്ന ഒരു ആൾക്കാര് അതാണ് സിനിമ എങ്കിൽ അത് ഒന്നുമല്ല, അതിലൊരു കാര്യമില്ല. ആക്ഷൻ പറയുമ്പോ ഫ്രണ്ടിൽ ഏത് നടനായിരിക്കണം നിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ആക്ഷൻ പറയുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു എയിം ഉണ്ടല്ലോ. അല്ല, എനിക്ക് എന്റെ എയിമിൽ എനിക്ക് ഇന്ന നടൻ മുമ്പിൽ വേണം എന്നുള്ളതല്ല. എന്റെ എയിം എന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ അച്ഛനാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ സ്ക്രിപ്റ്റ് ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞ് എനിക്ക് തറവായിരിക്കും സ്ക്രിപ്റ്റ്. അച്ഛൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ അതിൽ എന്ത് ഫ്രെയിം വെക്കണം എന്നുള്ളത് അതിൽ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും അച്ഛനും നമ്മളൊരു കമ്മ്യൂണിക്കേഷനാണ്. എനിക്ക് വേറൊരാളുടെ സിനിമ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പം എനിക്കിത് കേട്ടിട്ട് ആ ക്യാരക്ടർ എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധം. അപ്പൊ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റ് ആ ക്യാരക്ടർ ആവാൻ പറ്റുന്ന ആളായിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ കഴിഞ്ഞതിലും ഈ പറഞ്ഞ പോലെ നമുക്ക് അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ അങ്ങനെ ഒന്നാമത് നമ്മൾ മിനിമൽ ബഡ്ജറ്റിൽ ചെയ്യാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യാനും അല്ലെ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പം ആ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് നമുക്കത് അവരുടെ അടുത്ത് നിന്ന് കിട്ടാൻ നമുക്ക് ആ ക്യാരക്ടർ ഇതാണ് എന്ന് നമുക്ക് അറിയാം. അയാൾ എങ്ങനെയായിരിക്കണം പെർഫോം ചെയ്യുന്ന, അയാൾ എങ്ങനെയായിരിക്കും, അങ്ങനെ പ്രശ്നമില്ല. കാരണം അച്ഛൻ കൂടെ ഉണ്ടാവും. അല്ല, അച്ഛൻ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ അച്ഛൻ പെട്ടെന്ന് ചൂടാവുന്ന കൂട്ടത്തില് അച്ഛൻ അധികം എന്റെ അത്രയും ക്ഷമ അച്ഛന് അങ്ങനെ ഇല്ല ഈ കാര്യങ്ങൾക്ക്. കാരണം അച്ഛൻ പണ്ടത്തെ സ്കൂളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ചൂടാവും. പിന്നെ ഞാനേ ഉള്ളോട് കൺസോൾ ചെയ്യാൻ വേണ്ടിട്ട്. കാരണം ഇവരിറങ്ങി പോയി ഇവര് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അപ്പൊ എനിക്ക് അവരിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ അച്ഛനാ പോകുന്ന സമയത്ത് പിന്നെ ഞാൻ തന്നെ ഇരുന്നിട്ട് വേണം അത് ചെയ്യാൻ. ചോദിച്ച ചോദ്യം ഇതിപ്പോ പറഞ്ഞത് വേറൊരു ഉത്തരവാണ്. ഞാൻ ചോദിച്ചത് ഭാവിയിൽ ഇപ്പം അല്ല, അതെനിക്ക് മനസ്സിലായി. ഏതാളെയാണ് മുമ്പിൽ കാണുന്നതല്ലേ, വെറുതെ ചുമ്മാ ഒരു ആഗ്രഹം. എന്ന് വെച്ചാൽ ഞാനിപ്പം ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴത്തേക്കും മോഹൻലാലിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കഥ ആലോചിക്കുമ്പോഴത്തേക്കും മമ്മൂക്കായ്ക്ക് വേണ്ടിയിട്ടോ സുരേഷ് ഗോപിക്ക് ചേട്ടന് വേണ്ടിയിട്ടോ ദിലീപേട്ടന് വേണ്ടിയിട്ടോ ഇങ്ങനെ ഒരുപാട് സ്ക്രിപ്റ്റുകൾ നമ്മുടെ ആഗ്രഹമാണ് ഇവരെ വെച്ചിട്ട് എന്ന് പറയുന്നത് നമുക്കൊരു എയിം ഉണ്ടാവുമല്ലോ. എനിക്ക് എപ്പോഴും അഭിനയിക്കണം എന്നോ അല്ലെങ്കിൽ അഭിനയിപ്പിക്കണം എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ എന്റെ മുന്നിൽ അഭിനയിക്കുന്ന ഈ ഒരു നടനിലേക്ക് എത്തുമ്പോഴത്തേക്കിനും അതായിരിക്കും എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പം ഞാനിപ്പോ ഒരു സംവിധാനമാകുമ്പോൾ സാധിക അഭിനയിച്ചു കഴിഞ്ഞാൽ അവരെ ആയിരിക്കും എൻ്റെ എയിം. അല്ലെങ്കിൽ അടുത്ത പടത്തിൽ അവരഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു പൂർണ്ണത, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ സ്വപ്നം കണ്ട. അല്ല, അങ്ങനെ എനിക്ക് ഇപ്പൊ സബ്ജക്ട് വൈസ് അല്ലേ ഉണ്ടാവുക. എന്റെ മുമ്പിൽ ഇരിക്കുന്ന കഥ എങ്ങനെ അല്ല, സത്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയപ്പോ സത്യത്തിൽ എഴുതിയ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ്.
ഓക്കെ സ്ക്രിപ്റ്റ് അച്ഛൻ എഴുതിയത് മമ്മൂക്കനെ വെച്ചിട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടിയൊരു സ്ക്രിപ്റ്റാണ്. ഇതിന് 2 സ്ക്രിപ്റ്റ് 3 സ്ക്രിപ്റ്റ് എങ്ങാനും മമ്മൂക്കനെ വിചാരിച്ച് എഴുതിയ സ്ക്രിപ്റ്റ് ഉണ്ട്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇമോഷണൽ കണ്ടന്റ് കുറച്ച് അങ്ങനെയുള്ള ഡയലോഗ് ഡെലിവറിയും അങ്ങനത്തെ, പിന്നെ ചിലത് ഒന്നില് കൂടുതലും അത് കോൺവെർസേഷൻ ബേസ്ഡാ. ആളെ കാണിക്കുന്നില്ല, പക്ഷെ കോൺവെർസേഷൻ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. തുടക്കത്തിൽ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു സംഭവം, അത് കേൾക്കുമ്പോൾ നമുക്കറിയാം. അപ്പം ചില ആൾക്കാർ അത് പ്രസന്റ് ചെയ്യുന്ന രീതി ഉണ്ടാവും. ഒരേ ഇത് തന്നെ ഒരേ കാര്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ പ്രസന്റ്, മമ്മൂക്ക പ്രസന്റ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും, ലാലേട്ടൻ പ്രസന്റ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും, സുരേഷ് ചേട്ടൻ എടുത്ത് കൊടുത്താൽ അവർ പ്രസന്റ്, ഓരോ ആൾക്കാരും പ്രസന്റ് ചെയ്യുന്ന രീതി ആ ഒരു മോഡുലേഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അങ്ങനെ ഇപ്പം മമ്മൂക്കയുടെ എനിക്ക് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയിട്ട് പുള്ളിയെ തന്നെ ട്രെയിൻ ചെയ്ത് മാറി 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 പല ആൾക്കാർക്ക് കൊടുത്ത് പല കൈൻഡ് ഓഫ് ക്യാരക്ടർ. എനിക്ക് നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, രാജമാണിക്യം, അത് ഭൂതം, പട്ടണത്തിൽ ഭൂതം, ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. മമ്മൂട്ടി എന്ന് പറയുന്നത്, അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ മുമ്പിലേക്ക് വരുമ്പം ആ ക്യാരക്ടറായി മാറുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പൊ മാമാങ്കത്തിലെ ആ ഒരു സ്ത്രൈണത, ഇതൊന്നും നമ്മൾ കാതലിലെ സാധനം, ഇതൊന്നും നമ്മൾ ആ ഒരു ആക്ടറിന് ഇനിയിപ്പോൾ വരാനിരിക്കുന്നുണ്ട് നെഗറ്റീവ് ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ഒരാള് ട്രൈ ഔട്ട് ചെയ്യാൻ, കാരണം ഇനിയിപ്പോൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി സ്റ്റാറാണ്. നമ്മൾ സ്റ്റാർ ആവാൻ വരുമ്പോഴാണ് ഇതൊക്കെ ട്രൈ ചെയ്ത് വന്നിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റന്റാ, പിന്നെ നമുക്കൊന്നും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ ലെവല് ആൾക്കാരിൽ നിന്നും പോവരുത് എന്ന്. പക്ഷെ ഇതല്ല, എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാനും അത് പറഞ്ഞാൽ കേൾക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഈസി വർക്ക് ചെയ്യാൻ സംഭവമല്ലേ. അപ്പം അത് വെച്ചിട്ടായിരിക്കും ഇപ്പം ഈ പറഞ്ഞ നമുക്ക് വന്ന 2-3 സ്ക്രിപ്റ്റും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനമായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞത്, പക്ഷെ ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പം അത് എപ്പോഴെങ്കിലും നടന്നു, ഇറ്റ്സ് ഗുഡ്, നല്ലതാണ് എന്നുള്ളത് മാത്രമേ.